ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണമുണ്ട്. കടയ്ക്കൽ എവിടെയാണ്? കല്ലറ. അപ്പം നമ്മുടെ ഒരു കസിന്റെ കല്യാണം. അപ്പം ഞങ്ങള് കല്യാണത്തിന് പോകുന്ന ഒരു ചെറിയ വ്ളോഗുമായിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പൊ കല്യാണത്തിനൊക്കെ ഒരുങ്ങി ഞാൻ ഇവിടെ വന്നു കേട്ടോ. ഒരുങ്ങി നേരെ ഇവിടെ വന്നു. അപ്പം ഞങ്ങളുടെ സാരി, അവിടുത്തെ സാരി ഇതാണ്. അപ്പം ഞങ്ങൾ 3 പേരും എവിടെ പോയാലും ഒരേപോലുള്ള സാരിയാണ്. മിക്ക ഫംഗ്ഷനും ഞങ്ങള് ഒരേപോലെയുള്ള സാരി കൊടുക്കുന്നത്, ഇല്ലേ ചേച്ചി? ഒരേപോലെയുള്ള സാരി ഞങ്ങൾക്ക് ഒരുപാടുണ്ട് കേട്ടോ. മിക്ക ഫംഗ്ഷനും ഒന്നിച്ച് അങ്ങനെയൊക്കെ മേടിക്കുന്നോണ്ട് ഒരേപോലെയുള്ള സാരിയൊക്കെ കൊടുക്കും. അടുത്ത ചേച്ചി താണ്ട സംഗീത മേഡം. അതിപ്പോ അങ്ങനല്ലേ എവിടെ പോയാലും. എന്തുവാ ഇവളെ കാലുമാറ്റൊക്കെ നോക്കട്ടെ. രണ്ടുപേരുടെ ഒന്ന് നിന്നെ നിന്നെ. ഇതാണ് ഇത് ഞങ്ങള് രണ്ടാമത്തെ ചേച്ചിയുടെ മോന്റെ കല്യാണത്തിന്, അമ്മോന്റെ കല്യാണത്തിന് ജയലക്ഷ്മി എന്ന് മേടിച്ച സാരി കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സാരി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവളുമാരൊക്കെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നു ഉറക്കം. വെളുപ്പിലെ അങ്ങാണ്ട 4 മണിക്ക് ഉറങ്ങിയതാണ്ട. മീനാക്ഷി, അമ്മുക്കുട്ടി, മുത്ത് കൊണ്ട് എണീറ്റ് ട്യൂഷന് പോകാനൊക്കെ റെഡിയാവുന്നു. അപ്പൊ ആരൊക്കെയാ പോന്നെ? ഷായ് സാറ്, അപ്പു, ബിച്ചു, ഞാന്, നീ, സന്ധ്യ, അല്ല ബിന്ദു. അപ്പൊ ഇനി ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങിയിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ എവിടെ കണ്ടൊക്കെ പോവാൻ റെഡി. 8:30 മണിക്ക് വന്നത്. ചുമ്മാ നമ്മടെ ഞങ്ങളടുത്ത് കള്ളത്തരം പറഞ്ഞു കേട്ടോ. 10:30 കല്യാണം, 8:30 ഇറങ്ങണമെന്ന് പറഞ്ഞു. 8 മണിയായപ്പോഴേ ഞാൻ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയതാ. ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് എറണാകുളത്ത് പോകണം. ആണോ? ലുലു മാളിൽ. ലുലു മാളിലും പിന്നെ ചെക്കപ്പിന് അമൃത ഹോസ്പിറ്റലിൽ പോകണം. ഇത് വെച്ച മുണ്ടെടുത്തോണ്ട് ഇപ്പൊ അടിപൊളിയായി. ഇല്ല കൊള്ളാം. മുണ്ട് പഴയ ഒരു പഴഞ്ച മുണ്ട് എടുത്തോണ്ട് വന്നിട്ട് അത് തന്നെ ഈ വീഡിയോയില് ഇയാളെ ചൂടാഞ്ഞെന്ത്? മൂന്ന് പേരും ഞങ്ങൾ ഈ സാരി മേടിച്ചിട്ട് ഞാനും ചേച്ചിയും 2ാമത്തെ വട്ടം കൊടുക്കുന്നത്. ഇവള് ഒരു 5-6 വട്ടം കൊടുക്കുന്നത്. ഇത് കൊടുത്തോണ്ട് ജോലിക്ക് വരെ പോകും. ഞങ്ങൾ അങ്ങനല്ല, നല്ല സാരികളൊക്കെ ഫംഗ്ഷന് മാത്രമേ ഉള്ളൂ. ഞങ്ങള് ജോലിക്കല്ലേ വൃത്തിയായിട്ട് പോകുന്നത്. വൃത്തിയായിട്ട് പോയപ്പോ സാരിയുടെ കൊല്ലം നോക്ക്. സാരി മൊത്തം കളർ പിടിപ്പിച്ച് കയ്യക്കാരി. നമ്മളുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു കല്യാണത്തിന്. 1 മണിക്കൂർ റോഡിൽ കിടന്നത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട്. ഒന്നും പറയണ്ട. വണ്ടിയിൽ ലൈറ്റ് ഓണായി കിടന്ന് ശ്രദ്ധിച്ചില്ല, അങ്ങനെ വണ്ടി ഓഫായി. എവിടെങ്കിലും പോകുമ്പോ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോണം. ഒട്ടും ക്ഷമയില്ലാത്ത ആൾക്കാരെയും കൊണ്ടാ വന്നേക്കുന്നത്. എന്റെ അടുത്തിരിക്കുന്ന സമയത്തും കാലത്തും നീ എങ്ങനെ നിന്റെ മോന്റെ അടുത്ത് പോകും? ഇപ്പം 10 മണിക്കൂറൊക്കെ ഫ്ലൈറ്റ് ഇരിക്കണം. എന്തോ ചെയ്യും? നീ എടുത്ത് ചാടുവോ? അതാ നമ്മളെ വണ്ടി ഒട്ടിക്കുന്ന പിച്ചുമോനാണ്. ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഇറക്കാൻ. ചുമ്മാതാ. പക്ഷെ എന്റെ മോനുണ്ടായിട്ടേ ഇപ്പൊ എളുപ്പം പോവാൻ പറ്റില്ല. അതാ എവിടെ യാത്ര പോയാലും ബോധശേഷ കൊച്ചുക്ക് തല ഇറങ്ങി കൊച്ചുകളെ കിടന്ന് കൊച്ചുകളിങ്ങനെ കണ്ണുടച്ചിരിക്കുന്ന ബിച്ചുവിന്റെ ഭാഗ്യം. ബിച്ചു എവിടെ കണ്ടൊക്കെ തെറ്റിച്ച് കൊണ്ടുപോകാന്നൊന്നാ ഇപ്പൊ സംശയം. വൈശുവിന്റെ വീട്ടിൽ നിന്ന് ഇനി 15 കിലോമീറ്റർ ഉണ്ട്. എന്തോയാലും ചെറുക്കനെ കൊണ്ട് ഇറങ്ങിയ. അപ്പൊ നമ്മളെ വണ്ടി പണി തന്നുകൊണ്ട്
നമ്മൾ കല്യാണ സമയത്ത് ആ മാലയിടൽ സമയത്ത് ഓടി ചെന്ന് കയറി. അതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോ കയറുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും സമയത്ത് എത്തിയല്ല, അത് തന്നെ വലിയ കാര്യം. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്ന് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നില്ലേ വിച്ചു? എത്താന്നോ? ഞങ്ങളുടെ വൈഷു ഒരു അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ആയിട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് പോവുക. വൈകുന്നേരം ബ്രദറിന്റെ കല്യാണമായിരുന്നു. എവിടെ വെച്ചായിരുന്നു? കല്ലറ. കല്യാണമൊക്കെ സന്തോഷമായ? ആയില്ലേ? എല്ലാരെയും കൂടെ കാണിച്ച് എല്ലാരെയും കൂടെ ഒന്ന് കാണിക്കേ. വാ ഇവിടെ വലിച്ചെടുത്തോട്ട്. ശരി എന്നാ പെണ്ണെ പോട്ടെ. മുത്തുക്കിളി വ്ളോഗിൽ ഇടാൻ കേട്ടോ കല്യാണം. ശരി. അപ്പൊ ഞങ്ങൾ ഇതാണ്ട് യാത്ര പറയുകയാണ്. വൈശുവിന്റെ അച്ഛനാട്ടാ. ചേട്ടാ പോന്നേ. ഞങ്ങള് പിണക്കോ? ഞങ്ങള് കൊച്ചിന്റെ നിശ്ചയം വിളിച്ചിട്ട്. ശരി എന്നാ. ഓക്കെ ശരി. ശരി ഓക്കെ ശരി. ഗൈസ്, എന്റെ ചേച്ചിക്ക് പിന്നെ എന്തുവാടി എനിക്ക് ഒന്നാമത് സദ്യക്ക് എനിക്ക് പറയാൻ പോലും സദ്യക്ക് പോകാൻ ദിവസം മാത്രം അതിന് മുന്നേ അതിന് ശേഷം അതെ, എല്ലാരെ കാട്ടി മുന്നേ കൈയും കഴുകി പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന് ഇരിക്കുക. വാ ഇറങ്ങെന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും പോന്ന ശേഷം വന്ന് എവിടെങ്കിലും ഞാൻ ചോദിച്ചു ഗുണ്ടോ ഏത്തക്കപ്പോ. ഞാൻ കരയുന്ന കേട്ടോ. എനിക്ക് ചിരിച്ചിരിച്ച് എന്തേലും വേണോന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ എന്തേലും സ്നാക്സ് കരുതണം ഇനി ഇവളെയും കൊണ്ട് പോകുമ്പോ. അയ്യോ കൊച്ചുകളെ പ്രേക്ഷകർക്ക് ഇതൊന്നും നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. കൊച്ചുമോക്ക് ബോധക്ഷയം. അങ്ങനെ ഞങ്ങള് ഓറഞ്ച് മേടിക്കാൻ നിർത്തി. കൊച്ചുകൾ പറഞ്ഞു എന്തോ ഇച്ചിരി ചാറ് അല്ലട്ടത്. ചാറ് ചെല്ലാൻ വേണ്ടി ഞങ്ങൾ ഓറഞ്ച് മേടിച്ച. ഛർദിക്കാൻ മുട്ടലൊക്കെ അങ്ങ് മാറട്ടെന്ന് വെച്ചാല്. പൊട്ടിച്ച് വെച്ചേക്കുന്നവര് അതൊരു പ്ലം എന്തോടി അത്? കൊള്ളത്തില്ല. പ്രോട്ടീൻ ആയിരിക്കും. ആര് പറഞ്ഞേ? പ്ലമ്മിന് പ്രോട്ടീനാ. ശരിക്കും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ അങ്ങ് തിന്നണമെന്ന് തോന്നുന്നു. ഇപ്പോഴോ? ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. ഇന്ത്യയെ വാടേ ഒന്ന് ഉറങ്ങി എണീറ്റ് എന്റെ തോള് തടവി തരണം. എന്റെ തോളി കിടന്ന് ഉറക്കമായിരുന്നു മൊത്തം. ഓറഞ്ചും തിന്ന് ഒരെണ്ണേ തിന്നോളൂ. എന്തായാലും അടുത്ത ചിരിങ്ങി നടി വെള്ളം കുടിച്ചോളാം. ഞങ്ങള് വീട്ടിലൊക്കെ വന്ന് ഇനി കൊച്ചോള് പോവല്ലേ? എന്താ ചെയ്യുന്നേ? അവളുമാരെന്തേ? എന്താ ചെയ്യുന്ന ഇവിടെ? കല്യാണത്തിന് പോയാ? ഫുഡൊക്കെ കഴിച്ചിവിടെ വന്ന് ജോലി ചായ ഇടാൻ പോകുന്നു. ബിരിയാണി ഞങ്ങൾ എല്ലാരും നല്ല കിടന്ന് ഇവളുമാര് ബിരിയാണി തിന്ന ക്ഷീണം. ബിരിയാണി കഴിച്ചിട്ട് സർബത്ത് കുടിച്ച് അപ്പത്തേക്കും ഫുള്ളായി. ഓ ഇങ്ങനെ എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും ഒരു സദ്യ ചെയ്യുന്നുണ്ട്.
ബിരിയാണി അവിടെ ചെന്നാലും തിന്നും. ഒട്ടകത്തിന്റെ ബിരിയാണി തിന്നണം, അത് ആദ്യത്തെ ലക്ഷ്യം. എന്റെ അടുത്ത് അന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കാറിൽ നിന്ന് പറയാം ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നണോന്ന് എനിക്ക് എന്റെ ഒരു ഇതാണ്. ഒട്ടകത്തിനും തിന്നണം, മാന്യം തിന്നണം. ഒട്ടകത്തിന്റെ പാലും കൂടെ കുടിക്കണം ചായ ഇട്ട്. ഒട്ടകത്തിന് പാലല്ല ഉള്ളത് കൂടി. ആണ് പാലുണ്ട് വെളുക്കും ചായ ഇട്ട് കുടിച്ചാൽ. എനിക്ക് ഇത്ര വെളുപ്പൊക്കെ മതി. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നല്ല സദ്യയായിരുന്നു. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പായസം എത്ര കൂട്ടുണ്ടായിരുന്നു? 2. എന്തൊരു പായസം? പക്ഷെ പൈസ 2 കൊള്ളായിരുന്നു അല്ലേ? എന്തൊക്കെ അടയും നിന്റെ പാൽ പായസം. വാവ്. അവിടെ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പപ്പടം, അച്ചാറ്, കുറച്ച് സലാഡ്, പാർസൽ എടുത്തോണ്ട് വന്നിടായിരുന്നു. ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ പഞ്ഞി വീട്ടിൽ പട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, പഞ്ഞി മിഠായി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം. അപ്പം നമ്മൾ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് ഈ ഡ്രസ്സോടെ അങ്ങ് പോവുക. ഇനി കാറിലായതുകൊണ്ട് ഞാൻ മാറ്റാനൊന്നും വയ്യ. നമ്മൾ എടുത്തോണ്ട് വന്ന സാരിയൊക്കെ പാക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ വണ്ടിയിൽ. മുത്തുക്കിളി ഉറക്കമായിരുന്നു, അമ്മുക്കുട്ടി ഉറക്കമായിരുന്നു. ഇവിടെ എല്ലാവരും ഉറങ്ങുക. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. 6:30 ഉറങ്ങാൻ ഗൈസ് ഭയങ്കര ക്ഷീണം. അയ്യോ അല്ല നല്ലോണം ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഇടിഞ്ഞു കൂടി കിടന്ന് പോയി വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങും. രാത്രി കിടന്നങ്ങ് ഉറങ്ങ്. എനിക്കിനി 3 ദിവസം ലീവാ, അതുകൊണ്ട് സീനില്ല. സ്കൂളിൽ ജില്ലാ കലോത്സവമുണ്ട്. തിങ്കൾ ചൊവ്വ ബുധൻ അവധിയാണ്. ഞാൻ ചൊവ്വാഴ്ച വൈകിട്ടിങ്ങി വരും. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്. ശരിയെന്ന് വേണ്ട വണ്ടിയൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ വീട്ടിലൊക്കെ ചെന്നിട്ട് കാണാം. മാറ് എന്നാ ഇത് ബാഗ് വെച്ചേരാ മോണം. അപ്പൊ ഞങ്ങൾ താണ്ട പോയിട്ട് വീട്ടിൽ വന്ന് അമ്മയ്ക്ക് വല്ലതും മേടിച്ചോണ്ട് കൊടുക്കാൻ തിന്നാൻ. അങ്ങനെ ഉഴുന്നുകൂടെയൊക്കെ മേടിച്ച് പിന്നെ വന്ന് കയറി ഉടനെ വിളിക്കുക, നിങ്ങൾ എവിടെ ആയി? ആ പെട്ടെന്ന് വാ, എവിടെ പോയാലും ഇങ്ങ് ഓടി വരണം സരസൂന്. അപ്പൊ ഞങ്ങളുടെ ഒരാള് വന്നില്ല, കൊടുക്കല്ല വടക്ക് ഇരിക്കുന്നുണ്ട്. എന്താ വേണ? വട വേണോ? വട വേണോ? ബ്ലാക്ക് ആരോ ചോദിച്ചു കമന്റിലൂടെ. അതാണ്ട് ഞങ്ങളുടെ ബ്ലാക്കി കുട്ടൻ, കുർത്തം കെട്ടവൻ. അയ്യോ അവ ഇവിടെ വെച്ച് ഇന്നത്തില്ല, അതോ ഓടിക്കൊണ്ടില്ല, ചാക്കി ഇരുന്നേ ഇന്നത്തോള്. അപ്പം നമ്മളുടെ ഈ കൊച്ചു വ്ളോഗ് അപ്പൊ ഇത്രയേ ഉള്ളു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.